ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 4. ഭൂമിരാപോ നലോ വായുഃ ഖം മനോ ബുദ്ധിരേവ ച അഹംകാര ഇതി യം മേ ഭിന്നാ പ്രകൃതിരഷ്ഠതാ. വിവർത്തനം. എൻ്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണം അടങ്ങുന്നതാണ്. ഭാവാർത്ഥം. ഈശ്വരൻ്റെ സ്വരൂപത്തെയും അവിടുത്തെ വിവിധ ശക്തികളെയും വിശകലനം ചെയ്യുന്നതാണ് ജീവശാസ്ത്രം. ഭൗതിക സത്ത പ്രകൃതി എന്ന് പറയപ്പെടുന്നു. തൻ്റെ വിവിധ പുരുഷാവതാരങ്ങളിലെ ഭഗവാന്റെ ശക്തിയാണ് ഭൗതിക പ്രകൃതി. സാത്വതതന്ത്രം ഇങ്ങനെ പറയുന്നു: വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാന്യതോ വിദുഃ ഏകം തു മഹതഃ സൃഷ്ടുർ ദ്വിതീയം ത്വണ്ഡ സംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യതേ. പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി കൃഷ്ണൻ്റെ പൂർണ്ണ രൂപവിസ്തരണം 3 വിഷ്ണു രൂപങ്ങൾ കൈക്കൊള്ളുന്നു. ആദ്യത്തേത് മഹാവിഷ്ണു. മഹത് തത്വമെന്ന സമഗ്ര പ്രപഞ്ചശക്തിയെ സൃഷ്ടിക്കുന്നു. ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് അവയിലെല്ലാം ഉൾപ്പോകുന്ന ഗർഭോദകശായി വിഷ്ണുവാണ് രണ്ടാമത്തെ മൂർത്തി. മൂന്നാമത്തെ മൂർത്തി ക്ഷീരോദകശായി വിഷ്ണു. സർവപ്രപഞ്ചവ്യാപ്തമായ പരമാത്മാവാണ്. അവിടുന്ന് ഓരോ അണുവിലും കുടികൊള്ളുന്നു. വിഷ്ണുവിൻ്റെ ഈ മൂർത്തിത്രയത്തെക്കുറിച്ച് അറിയുന്നവന് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയും. ഭഗവത് ശക്തികളിൽ ഒന്നിൻ്റെ ക്ഷണികമായ ഒരു ആവിർഭാവമാണ് ഈ ഭൗതിക ലോകം. ഇതിൻ്റെ സകല പ്രവർത്തനങ്ങളും ഭഗവാൻ കൃഷ്ണൻ്റെ രൂപവിസ്തരണങ്ങളായ ഈ 3 വിഷ്ണുമൂർത്തികളുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഈ മൂർത്തികളെ അവതാരങ്ങളെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ അഥവാ കൃഷ്ണൻ്റെ ഈ ശാസ്ത്രം ഗ്രഹിക്കാത്തവർ ഈ ലോകം ജീവസത്തകൾക്ക് സുഖിക്കാനുള്ളതാണെന്നും ഇതിന് കാരണഭൂതരും ആസ്വാദകരും അതീശരും അഥവാ പുരുഷന്മാർ ആ ജീവാത്മാക്കൾ തന്നെയെന്നും അത്രേ പൊതുവെ കരുതുന്നത്. നിരീശ്വരരുടെ ഈ നിഗമനം ഭഗവത്ഗീതാ സിദ്ധാന്തപ്രകാരം തെറ്റാണ്. പ്രകൃതി പ്രാദുർഭാവത്തിന് മൂലകാരണം കൃഷ്ണൻ തന്നെയെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ടല്ലോ. ശ്രീമദ് ഭാഗവതവും ഇങ്ങനെയാണ് പറയുന്നത്: ഭഗവാന്റെ ഭിന്നശക്തികളത്രേ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങൾ. അദ്വൈതികളുടെ ആത്യന്തിക ലക്ഷ്യമായ ബ്രഹ്മജ്യോതിസ് പരവ്യോമത്തിൽ ആവിർഭവിച്ച ഒരാത്മീയ ശക്തിയാണ്. വൈകുണ്ഠ ലോകത്തിലുള്ളതുപോലെ ബ്രഹ്മജ്യോതിസിൽ ആത്മീയ വൈവിധ്യമില്ല. അവ്യക്തഗതവാദി ആത്യന്തികവും ശാശ്വതവുമായ ലക്ഷ്യമായി അതിനെ സ്വീകരിക്കുന്നു. പരമാത്മാവും ക്ഷീരോദകശായി വിഷ്ണുവിൻ്റെ ക്ഷണികവും സർവവ്യാപ്തവുമായ ഒരു ആവിർഭാവമാണ്. ആധ്യാത്മിക ലോകത്തിൽ ശാശ്വതമായ ഒന്നല്ല പരമാത്മവിസ്തരണം. അങ്ങനെ യഥാർത്ഥമായ പരമസത്യം ഭഗവാൻ കൃഷ്ണൻ മാത്രമെന്ന് മനസ്സിലാക്കാം. തികഞ്ഞ സർവശക്ത പുരുഷനായ അദ്ദേഹത്തിന് വിഭിന്നങ്ങളായ ഒട്ടേറെ ആന്തര ശക്തികളുണ്ട്. പ്രകൃതി ശക്തിയുടെ മുഖ്യ വിഭാഗങ്ങൾ 8 വിധമെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അവയിൽ ആദ്യത്തെ 5 എണ്ണത്തെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയെ പഞ്ചമഹാഭൂതങ്ങളെന്ന് പറയുന്നു. ഇവയാണ് 5 ഇന്ദ്രിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയുടെ പ്രത്യക്ഷീഭാവങ്ങളത്രേ ഈ മഹാഭൂതങ്ങൾ. ഭൗതിക ശാസ്ത്രം ഈ 10നെയും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നീ 3നെയും അവഗണിക്കുന്നു. മാനസിക പ്രവർത്തനങ്ങളിൽ കൗതുകം കൊള്ളുന്ന തത്വചിന്തകർക്കും പൂർണ്ണമായ ജ്ഞാനം നേടാനാവാത്തത് ഏതൊന്നിൻ്റെയും മൂലകാരണമായ കൃഷ്ണനെ അറിയാത്തതുകൊണ്ടാണ്. ഇത് ഞാൻ, ഇത് എൻ്റേത് എന്ന ഭൗതിക ജീവിതത്തിൻ്റെ
ആണിക്കല്ലായ മിഥ്യാഹങ്കാരം ഭൗതിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ 10 ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുന്നു. മഹത്തത്വമെന്ന് അറിയപ്പെടുന്ന സമഗ്ര ഭൗതിക സൃഷ്ടിയെ ബുദ്ധിയെന്ന് വിവക്ഷിക്കുന്നു. ഇങ്ങനെ ഭഗവാന്റെ 8 വിഭിന്ന ശക്തികളിൽ നിന്ന് സ്ഥൂല പ്രപഞ്ചത്തിലെ 24 മൂലകങ്ങൾ ഉളവാകുന്നു. ഇവയെല്ലാറ്റിലുമാണ് നിരീശ്വരപരമായ സാഖ്യ സിദ്ധാന്തം ഊന്നി നിൽക്കുന്നത്. കൃഷ്ണന്റെ ശക്തിയിൽ നിന്ന് പൊട്ടി വളർന്ന് വേറിട്ടവയാണ് ഇവയെല്ലാം. പക്ഷേ അറിവ് കുറഞ്ഞ സാഖ്യ സിദ്ധാന്തികൾ കൃഷ്ണനാണ് സർവകാരണങ്ങൾക്കും കാരണമെന്ന് അറിയുന്നില്ല. അവർക്ക് ചർച്ചാ വിഷയമാകുന്നത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ ഭഗവാന്റെ ബാഹ്യശക്തിയുടെ ആവിഷ്കാരം മാത്രമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.